2047 ഈ വർഷം ഒന്ന് കുറിച്ചു വെച്ചോളൂ എന്നാണ് പോപ്പുലർ ഫ്രണ്ടുകാർ SDP പറഞ്ഞിരുന്നത്. 2047 അവർ ഇന്ത്യ ഭരിക്കും എന്നാണ് അവകാശപ്പെട്ടത്. അതിനെ പറ്റിയിട്ട് പല രാഷ്ട്രീയക്കാരും പിന്നീട് ഉറപ്പിച്ചു പറയുകയും ചെയ്തു, ശരിയാണ്, അങ്ങനെ ഒരു പദ്ധതി അവർക്കുണ്ടെന്ന്. പക്ഷേ നമ്മൾ വെറുതെ അങ്ങ് തള്ളിക്കളയാൻ വരട്ടെ, അത് അവരുടെ വെറും ഒരു ജൽപ്പനം മാത്രമാണ്, ഒരു പദ്ധതി മാത്രമാണ്. അത് നടപ്പിലാക്കാനൊന്നും പോകുന്നില്ല. ഏതാണ്ട് 10-100 കോടിയുള്ള ഹിന്ദുക്കൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ, മറ്റ് പല വിഭാഗങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ, സിഖുകാരുള്ളപ്പോൾ, ഇത്രയേറെ ക്രിസ്ത്യാനികളും മറ്റ് മതക്കാരുമൊക്കെ ഉള്ള ഈ രാജ്യത്ത് എങ്ങനെയാണ് ഇവർക്ക് ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ കഴിയുക എന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, അല്ലേ? പക്ഷേ അതിനകത്തും ഉത്തരമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2047 ലക്ഷ്യം വെച്ചിരിക്കുന്നത് വെറുതെയല്ല. അതിനു വേണ്ടിയിട്ട് അവർ ഇപ്പോൾ തന്നെ പദ്ധതിയിടുന്നത് 30 വർഷം മുമ്പത്തെ പദ്ധതി പ്രകാരമാണ്, ഇല്ലെങ്കിൽ അന്ന് ആസൂത്രണം ചെയ്തത് പ്രകാരമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് കേരളമടക്കം അവരുടെ ഭരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അതായത് 2047 നീളുന്നതിന് തൊട്ട് മുൻപ് 2026 എന്ന വർഷത്തിൽ അവർ അവരുടെ ടെസ്റ്റ് ഡോസ് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കിയിരിക്കുന്നു. വിജയകരമായ പരീക്ഷണം. ആ പരീക്ഷണമാണ് കേരളത്തിൽ അരങ്ങേറിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് പല വസ്തുതകളുമുണ്ട്. ഇത് എന്ന് തുടങ്ങി? കരുണാകരൻ സർക്കാരിൻ്റെ ഭരണകാലം മുതൽ തന്നെ ഇതേ കാര്യങ്ങൾ അവർ ശ്രമിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അന്ന് നമുക്കറിയാം, NDF എന്നൊക്കെ പറയുന്ന സംഘടനകൾ, അതിനു മുൻപ് സിമി ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ PDPയുടെ ഭാഗമായി പല സംഘടനകളും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിന്ന ഈ ഇസ്ലാമിസ്റ്റ് പോപ്പുലേഷൻ ഉണ്ടല്ലോ, ആ ഇസ്ലാമിസ്റ്റ് ആ ഗ്രൂപ്പ് വലിയ പദ്ധതികൾ അന്നേ ആസൂത്രണം ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഒപ്പം നിൽക്കുന്നത്, ഇല്ലെങ്കിൽ ഒപ്പമുള്ളത്, അവരുടെ ഏറ്റവും വലിയ മേലങ്കി എന്ന് പറയുന്നത് പാണക്കാടാണ്. പാണക്കാട് കുടുംബം കാവൽ നിൽക്കുന്ന മുസ്ലിം ലീഗാണ്. ആ സംഘടനകൾ ഒരുമിച്ച് നിന്നാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ അവരുടെ പദ്ധതികൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു, ഒന്നൊന്നായി അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ആദ്യപടി കേരളം അവർ നേടുക എന്നുള്ളതായിരുന്നു. കേരളം അവരുടെ പരീക്ഷണശാലയാണ്. വടക്കും തെക്കുമായിട്ട് അവർ ഓരോരോ പരീക്ഷണശാലകൾ തുറന്നിട്ടുണ്ട്. അതത് ഭൂപ്രകൃതിക്കും സംസ്കാരത്തിനും അവരുടെ എല്ലാ മനോബലത്തിനും അനുസരിച്ച് അവർ ആ പരീക്ഷണം നടത്തി. കശ്മീരിൽ അവർ നടത്തിയ പരീക്ഷണം കൃത്യമായി വിജയിച്ചു. ആ സമയത്ത് തന്നെ ഒരേ കാലഘട്ടത്തിൽ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നടപ്പിലാക്കേണ്ട പദ്ധതിയും. ഇവിടെ പക്ഷേ മറ്റൊരു തരത്തിലാണ്. അതിന് ഏറെക്കാലം മുമ്പുള്ള ഒരു ചരിത്രവും കൂടി അവർക്ക് കയ്യിലുണ്ട്. അത് 1921-ൻ്റേതാണ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ കശ്മീരിൽ നടപ്പിലാക്കിയ ഒരു ദൗത്യമുണ്ടല്ലോ, ആ പരീക്ഷണം അവിടെ വിജയമാണെന്ന് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. പാകിസ്ഥാന് തുല്യമായി തന്നെ അവർക്ക് അവിടെ ഇസ്ലാമിക ഭരണം, ഇല്ലെങ്കിൽ ഇസ്ലാമിക രീതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് പദ്ധതി ഇതേ രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് ബംഗാളാണ്. ബംഗാളിൽ ഇന്ന് അവർ വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വിഘാതമായി നിൽക്കുന്നത്. ആസാമിലും അതുതന്നെയാണ് അവസ്ഥ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഇവരെ ഒപ്പം കൂട്ടാനും ചേർത്ത് പിടിക്കാനുമായി മുന്നണികൾ മത്സരിക്കുന്നത് കണ്ട് അവർക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് കശ്മീരിലൊക്കെ ഈ പ്രശ്നങ്ങളും പദ്ധതികളുമൊക്കെ ഇവർ നടപ്പിലാക്കിയെടുക്കുന്ന സമയത്ത് കേരളത്തിൽ ഇവിടെ കരുണാകരൻ്റെ സർക്കാരിൽ അവർ ആദ്യ പരീക്ഷണം നടത്തി. ആ സർക്കാരിനെ താഴെ ഇറക്കുമ്പോൾ അവർ കരുതിയത് അവരെ വെളിപ്പെടുത്തപ്പെടും, അവർ പിടിക്കപ്പെടുമെന്നാണ്. പക്ഷേ പിടിക്കപ്പെട്ടില്ല. മറ്റു പലരുടെയും തലയിൽ ഇതേ കുറ്റങ്ങൾ വന്നിരുന്നു. അവർ ഊരിപ്പോരുകയാണ് ചെയ്തത്. അന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ഒരു കോമ ഫ്ലാഗ് പുതച്ചുകൊണ്ട് അവർ മറഞ്ഞിരുന്നു. അതിനുശേഷമോ പിന്നെയും ആ രീതി തന്നെ അവർ തുറന്നു. AK ആന്റണി സർക്കാർ താഴെ വീഴുന്നതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാമല്ലോ. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് എന്നും അവർക്ക് അർഹമായതിലും ആവശ്യമായ പലതും നേടുന്നുണ്ടെന്നും ഭൂരിപക്ഷമാണ് ഇവിടെ ഒന്നുമില്ലാതെ നിൽക്കുന്നതുമെന്ന വാസ്തവം മറ്റൊരു രീതിയിലെങ്കിലും AK ആന്റണി സമൂഹത്തിന് മുന്നിൽ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധികം വൈകിയില്ല, ഭരണം പൂർത്തിയാക്കിയില്ല, AK ആന്റണിക്ക് പടിയിറങ്ങേണ്ടി വന്നു. പിന്നെ വന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിക്ക് അധിക കാലം ഉണ്ടായിരുന്നില്ല. AK ആന്റണിയുടെ ശിഷ്ടം ബാക്കി ഭരിച്ചിട്ടിറങ്ങുക എന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്ത് സംഭവിച്ചു? പിന്നീട് വന്നത് VS സർക്കാരാണ്. VS സർക്കാർ കൃത്യമായി തുറന്നു പറഞ്ഞു. VS അച്യുതാനന്ദൻ അതിൻ്റെ ഓരോരോ കാര്യങ്ങളായി എണ്ണി പറഞ്ഞു. ഇതാ 2047 SDP സുഡാപ്പികൾ കേരളമല്ല ഇന്ത്യ പിടിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ലവ് ജിഹാദ് എന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെ
ഈ നമ്മുടെ യുവതലമുറയാകെ തന്നെ അവരുടെ പാട്ടിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായിരുന്നു VS അച്യുതാനന്ദൻ. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ അടിമയായിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ സ്വന്തം ആജ്ഞകൾക്ക് മാത്രം അനുസരിക്കുന്ന പാവകളായി നിൽക്കുമ്പോൾ അങ്ങ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ സത്യം വിളിച്ചു പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് വലിയൊരു വാസ്തവമായിരുന്നു എന്നുള്ളതാണ്. തൊട്ടു പിന്നാലെ നമുക്ക് വന്നതായിരുന്നു മുഖ്യമന്ത്രിയായി എത്തിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടിയെ അവർക്ക് കീഴ്പ്പെടുത്താനായില്ല എന്നുള്ളതാണ് വസ്തുത. ഉമ്മൻചാണ്ടിക്ക് വലിയ പിൻബലം ക്രിസ്തീയ സമൂഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു. ക്രിസ്തീയ സഭകൾ, സമുദായം, അന്താരാഷ്ട്ര തലത്തിൽ പോലും അവർക്കുള്ള സ്വാധീനം, ഇതെല്ലാം ഇസ്ലാമിസ്റ്റുകളെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭയപ്പെടുത്തി എന്ന് വേണം കരുതാൻ. പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്ന കാലമാണ് കണ്ടത്. അതിന് കാരണം എന്തായിരുന്നു? BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തു. ഇന്ന് കോൺഗ്രസ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ പോലും വിരട്ടി നിർത്താനായിട്ടുള്ള കഴിവ് ഇന്ന് മുസ്ലിം ലീഗിനുണ്ടായിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ സർവാധിപത്യം കോൺഗ്രസിന് മേൽ പുലർത്തുന്നു. കോൺഗ്രസ് കാ മത്ലബ് മുസ്ലിം, മുസ്ലിം കാ മത്ലബ് കോൺഗ്രസ് എന്ന് അവരുടെ നേതാക്കൾ തന്നെ പരസ്യമായി പാടുന്നത് നമ്മൾ കേട്ടതാണ്. അതായത് മുസ്ലിം എന്നാൽ കോൺഗ്രസ്, കോൺഗ്രസ് എന്നാൽ മുസ്ലിം. അത് പരസ്യമായി തന്നെ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ എന്താണ് സംഭവിക്കുന്നത്. BJPക്കെതിരായിട്ടുള്ള ഒരു സൈന്യത്തെ ഒരുക്കാൻ ഇസ്ലാമിസ്റ്റുകൾ കോൺഗ്രസിനെ ടൂളാക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് VD സതീശൻ എന്നുള്ളത്. ഇസ്ലാമിസ്റ്റുകൾ അവരുടെ ഇഷ്ടത്തിന് അനുയായിയായി വളർത്തിക്കൊണ്ടുവന്ന ആളാണ് VD സതീശൻ. VD സതീശൻ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അവരുടെ ആസൂത്രണ പദ്ധതിയുടെ ഒരു പടി കൂടി അവർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ VD സതീശനെ അവരുടെ കയ്യിൽ തന്നെ ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഒരു എതിരാളിയുണ്ട് എന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്നത്. അതാ അവിടെ ഒരു ഫ്ലക്സ് ബോർഡ് ഉയരുന്നു. അതിൽ KC വേണുഗോപാലിൻ്റെ പേര് മുഖ്യമന്ത്രിയായി ഉയർന്നു കേൾക്കുന്നു. ഇത് ഇസ്ലാമിസ്റ്റുകൾക്ക്, ഈ മുസ്ലിം ലീഗിന് ഒട്ടും സഹിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ കാരണത്താൽ തന്നെയാണ് ഹൈക്കമാൻഡ് വരെ ഭീഷണിപ്പെടുത്താൻ, അവിടം വരെ ഒരു ഭീഷണി എത്താൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞത്. ആ ഭീഷണി പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമായിരുന്നു. വയനാട്ടിലേക്ക് ഇനി വരണ്ട, ഇവിടെ നിന്ന് നിങ്ങൾ ജയിക്കില്ല, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ നിങ്ങൾ വിവരമറിയും എന്നുള്ളതായിരുന്നു ആ ഭീഷണി. അതിൽ അവർ വിരണ്ടു. അവർക്ക് പലസ്തീനിൻ്റെ ബാഗ് ധരിച്ച് പാർലമെൻറ്റിൽ പോയി ശീലമുള്ള പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ഭയമുണ്ട്, ഒരു ഉത്കിടലമുണ്ടായി. ആ ഉത്കിടലത്തിൻ്റെ ഫലമായിട്ടാണ് VD സതീശൻ ഇവിടെ അധികാരത്തിലേറിയത് എന്നുള്ളതാണ്. ക്രൈസ്തവരോ എന്തുപറ്റി? അവർ ഒതുക്കപ്പെട്ടു, ഒന്നുമല്ലാതായി. അധികാരത്തിൻ്റെ കരുത്തായി നിലനിന്നിരുന്ന ക്രൈസ്തവ സമൂഹത്തിന് എന്തുപറ്റി? അവർക്ക് അധികാരമേ ഇല്ലാതായി. അവർക്കൊപ്പം ഉണ്ടായിരുന്നത് ആരായിരുന്നു? പ്രമുഖ നേതാക്കളെല്ലാം അവരുടെ കൈപ്പിടിയിലായിരുന്നു. അതായത് KM മാണി എന്ന് പറയുന്ന പ്രബലനായ നേതാവ്, അത് ക്രിസ്ത്യാനിയായിരുന്നു. ഉമ്മൻചാണ്ടി, AK ആന്റണി, ഇന്ന് ആ നേതാക്കളൊക്കെ പോയിട്ട് കേരളത്തിലെ നേതാക്കന്മാരിൽ പ്രമുഖരായി നിൽക്കുന്നത് ഒന്നുകിൽ ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ളവർ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ. അത് രണ്ടുമായിക്കോട്ടെ. ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ളവർക്ക് പ്രത്യേകിച്ച് ഹൈന്ദവ വികാരമൊന്നും കോൺഗ്രസിനകത്തുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് VD സതീശൻ ഇസ്ലാമിസ്റ്റുകളുടെ ജമാഅത്തെ ഇസ്ലാമി പോലും മതേതര സംഘടനയാണ് എന്ന് പറയുന്ന നിലയിലേക്ക് മാറിയത്. ഇനി അവസാനം CPMൻ്റെ അവസ്ഥ എന്താണ്? CPM തുടങ്ങി വെച്ചത് എവിടെയായിരുന്നു? CPM തുടങ്ങി വെച്ചത് PDPയെ കൂട്ടുപിടിച്ച് മദനിയെ ഒപ്പമിരുത്തിയായിരുന്നുവെങ്കിൽ പിന്നീട് ആ പണിയും പാളി എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായി CPMനെ പടിക്ക് പുറത്ത് നിർത്തേണ്ടി വന്നു. എന്നാലും ആ വിധേയത്വം അവർക്ക് വിട്ടുമാറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് CPMന് പറ്റിയ തോൽവി. അതുകൊണ്ടാണ് അഭിമന്യുവിനെ കൊന്നവരുടെ മുന്നിൽ ഒരു എതിർ വാക്കുപോലും പറയാതെ വർഗീയത തുലയട്ടെ എന്ന മൗന സംഗീതം പൊഴിച്ചുകൊണ്ട് CPMന് നിൽക്കേണ്ടി വന്നത്. മറ്റൊരു തരത്തിലും അവർക്ക് ഇസ്ലാമിസ്റ്റുകളെ എതിർക്കാനുള്ള ശേഷിയില്ലായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സുധാകരൻ്റെ വിജയം. സുധാകരനെ ആര് ജയിപ്പിച്ചു? അവിടെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമൊക്കെ ആരെയാണ് തോൽപ്പിച്ചത്? മുസ്ലിമായ സലാമിന്. എന്തിനു വേണ്ടിയിട്ട്? തങ്ങളുടെ വലിയ വിജയം, വലിയ സ്വപ്നം, വലിയ ലക്ഷ്യം അത് പൂർത്തിയാക്കാൻ VD സതീശൻ എന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളിനെ
കീ പൊസിഷനിൽ കൊണ്ടിരുത്തണമെങ്കിൽ അവിടെ എച്ച് സലാം എന്ന മുസ്ലിം അല്ല ജയിക്കേണ്ടത്, ജി സുധാകരൻ ഹിന്ദുവാണ് എന്ന തികഞ്ഞ ബോധ്യമാണ് മുസ്ലിം ലീഗിന്, ഇല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ ജി സുധാകരന് വോട്ട് ചെയ്യിക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചത്. അത് ജി സുധാകരനും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. 72 ബൂത്തുകളിൽ കൃത്യമായി മുസ്ലിം ഭൂരിപക്ഷമുള്ള ബൂത്തുകളിൽ ജി സുധാകരന് വോട്ട് ലഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഹിന്ദുവോ മുസ്ലിമോ എന്നുള്ളതല്ല, ആരാണ് തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത്, തങ്ങളുടെ വിജയത്തിന് ഹേതുവാകുന്നത്, അവരെ ഉയർത്തിക്കൊണ്ടുവരും. പിന്നീട് അവരെ എങ്ങനെ ഉപേക്ഷിക്കണം, എങ്ങനെ തള്ളിക്കളയണം, എങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ മനസ്സിലായില്ലേ ഇവരുടെ പദ്ധതി എന്താണ് എന്ന്? അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം, ഇനി കേവലം മുന്നിലുള്ളത് 21 വർഷമാണ്. ആ 21 1921 പോലെ ആവാതിരിക്കണമെങ്കിൽ നിങ്ങൾ കരുതലോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഇവിടെ ബി ജെ പിക്കുള്ളത് 3 സീറ്റാണ്. അതിൽ 2 സീറ്റിൽ പരമാവധി ഈ ഇസ്ലാമിസ്റ്റ് ശക്തികളെല്ലാം തന്നെ ശ്രമിച്ചു അവരെ ഇല്ലായ്മ ചെയ്യാൻ, ഒതുക്കി തീർക്കാൻ. പക്ഷേ നടന്നില്ല. ചാത്തന്നൂരിൽ അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട്, അവിടെ ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ ബി ജെ പി വിജയിച്ചു കയറി. ഇനി പരമാവധി ഈ മണ്ഡലങ്ങളിൽ ശ്രമിക്കും ഒരു വിജയം ഉണ്ടാകാതിരിക്കാൻ, ബി ജെ പി എങ്ങനെയും തകർക്കാൻ. അതിനുള്ള ലക്ഷ്യങ്ങളും അതിനുള്ള പദ്ധതികളുമായിരിക്കും ഇസ്ലാമിസ്റ്റുകൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട 2047 ഇന്ത്യ പിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രക്രിയ അവർ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും വിശ്വസിക്കാതിരിക്കുക. ഇനിയെങ്കിലും ഈ ദുഷ്ടശക്തികളെ തിരിച്ചറിയുക, കൃത്യമായി പോരാടുക, പ്രതികരിക്കുക, സാമുദായികമായിട്ടുള്ള നിങ്ങളുടെ കരുത്ത് തിരിച്ചറിയുക, നമ്മുടെ സമാജത്തിൻ്റെ ശക്തി തിരിച്ചറിയുക. അതല്ലാതെ വന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗതി എന്താവുമെന്നറിയുമോ? നേരെ നോക്കുക. എങ്ങോട്ട്? പെരുന്നയിലേക്ക് നോക്കുക, കണിച്ചുകുളങ്ങരയിലേക്ക് നോക്കുക. ഒരു ശരാശരി ഹിന്ദുവിൻ്റെ അവസ്ഥ ഇതാണ്. ഒരിക്കലെങ്കിലും ഇസ്ലാമിസ്റ്റുകളെ ചോദ്യം ചെയ്താൽ, ഒരു വട്ടമെങ്കിലും അവർക്കെതിരെ ഒന്ന് കയർത്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് പരസ്യമായി കൊലവിളി കേൾക്കേണ്ടി വരും. അതാണ് സുകുമാരൻ നായർക്ക് കേൾക്കേണ്ടി വന്നത്, വെള്ളാപ്പള്ളിക്ക് കേൾക്കേണ്ടി വന്നത്. ഇത് ഒരു വാസ്തവമാണ്. 2047 നടക്കാൻ പോകുന്ന സംഭവത്തിൻ്റെ വാസ്തവം.